അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് എങ്ങനെ നമുക്ക് ഈമാൻ വർദ്ധിപ്പിച്ചെടുക്കുക എന്നതിൻ്റെ ടിപ്സുകൾ പരിചയപ്പെടാം. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കുക. നമുക്ക് അള്ളാഹുവായിട്ട് അടുക്കാനുള്ള ഒരു വഴി നമുക്ക് കിട്ടിയാൽ അത് നമുക്ക് ഉപകാരപ്പെടൂലേ? ഈമാനുള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് നിസ്കാരം. നിസ്കാരം 5 വക്ത് നമ്മൾ മുടങ്ങാതെ നിസ്കരിക്കുക. അതുപോലെ നിസ്കരിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് സംസാരിക്കും പോലെയും അതുപോലെ നിസ്കരിച്ച് കഴിഞ്ഞാൽ നല്ല മനസ്സമാധാനം കിട്ടുകയും ചെയ്യുക. നിങ്ങൾ വിചാരിക്കും, ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ, നിസ്കരിക്കുമ്പോൾ എന്താ ഒരു അസ്വസ്ഥത പോലെ തോന്നുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. എങ്കിൽ നിങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കണമെങ്കിലും അള്ളാഹുവായിട്ട് കൂടുതൽ അടുക്കണമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ ഒരുപാട് വട്ടം നിങ്ങൾ ശ്രമിക്കുക നിസ്കരിക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കാനായിട്ട്. അതിനുള്ള വഴികളൊക്കെ നിങ്ങൾ തപ്പി നടന്നിട്ട് നിങ്ങൾ എങ്ങനെ അള്ളാഹുവായിട്ട് അടുക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കുക. പതിയെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ പറ്റും, നമുക്ക് മനസ്സറിഞ്ഞ് നിസ്കരിക്കാൻ പറ്റും. അതുപോലെ അള്ളാഹുവിനോട് സംസാരിക്കും പോലെ നിസ്കരിച്ച് കഴിഞ്ഞാൽ മനസ്സിന് നല്ലൊരു സമാധാനവും മനസ്സൊക്കെ ഫ്രീ ആയിട്ട് അള്ളാഹുവിനോട് സംസാരിച്ച് വന്നതുപോലെ ആയിത്തീരും. ഈമാനുള്ളവർക്ക് ഇത് നല്ല രീതിയിൽ ആസ്വദിക്കാനും പറ്റും. ചിലർ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ അള്ളാഹുവിന് എന്നോട് ഇഷ്ടമില്ല, അള്ളാഹു എനിക്കെന്താണ് ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ തരുന്നത് എന്നൊക്കെ ആലോചിച്ചു കൂട്ടും. നമുക്ക് അള്ളാഹു മുത്തുനബി നമ്മളോട് പറഞ്ഞു തന്നത്, അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമുക്ക് പരീക്ഷണങ്ങൾ തരുന്നത്, അവനക്ക് ഇഷ്ടമുള്ളവർക്കാണ് അവൻ പരീക്ഷണങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങൾ വരുമ്പോൾ ഇത് അള്ളാഹു നമുക്ക് തരുന്ന ഗിഫ്റ്റാണ്, അതുപോലെ അള്ളാഹു നമുക്ക് ഇഷ്ടപ്പെട്ട് തരുന്ന സമ്മാനമാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിഷമം നല്ല സന്തോഷത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയും. അതാണ് നമ്മുടെ ഈമാനിൻ്റെ പാതി. അള്ളാഹുവിന് ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ക്ഷമിക്കുക. അള്ളാഹുലേക്ക് നമുക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ അടുക്കും. നമ്മൾ അള്ളാഹുവിനോട് ഒരുപാട് തൗബ ചെയ്യും, ഒരുപാട് ദുആ ചെയ്യും. അപ്പോൾ അള്ളാഹുവിന് അത് ഒത്തിരി ഇഷ്ടമാണ്, നമ്മുടെ ദുആ ഒക്കെ കേൾക്കാൻ. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കുക. ക്ഷമിക്കുന്നവനെയും പടച്ച ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളോട് ഒരു തെറ്റ് ചെയ്തു പോയാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം? അല്ലെങ്കിൽ ചിലർ വിചാരിക്കും, ഒരുപാട് തെറ്റ് ചെയ്തു പോയതല്ലേ, അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് കാര്യമില്ല, അള്ളാഹുവിന് എന്നോട് ഇഷ്ടമില്ല എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടാവും. അള്ളാഹുവിന് തീർച്ചയായിട്ടും നിങ്ങളോട് ഇഷ്ടമുണ്ടാവും. അള്ളാഹു നിങ്ങളെ കൈവിടില്ല. നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു പോയാലും നിങ്ങൾ തൗബ ചെയ്യുക. നമ്മുടെ മുത്തുനബി നമ്മളെ പഠിപ്പിച്ചു തന്നത്, നമ്മളോട് തെറ്റ് ചെയ്തു പോയാൽ നമ്മൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക. തൗബ ചെയ്യുന്നവനെ അള്ളാഹുവിന് ഒത്തിരി ഇഷ്ടമാണ്. തൗബ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഒരു തെറ്റൊന്നും ആവർത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സൊക്കെ കുഞ്ഞു മക്കളുടെ മനസ്സ് പോലെ ആയിത്തീരും. അള്ളാഹുവായിട്ട് അടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. നമുക്ക് അള്ളാഹുവിനേക്ക് അടുക്കാനുള്ള വഴി നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് സാധിക്കും. എല്ലാവരും പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.